കോൺഗ്രസിൽ സുധാകരൻ മാത്രമല്ല വേറെയും ആളുകളുണ്ട് ഇതുപോലെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നവർ, അല്ലേ? തീർച്ചയായിട്ടും. ഇത് വടക്കാണെങ്കിൽ നമ്മളിനി തെക്ക് സ്ഥലത്തേക്ക് പോവുകയാണ്. തെക്ക് തിരുവനന്തപുരത്ത് വേറൊരു തർക്കം ഉയരുകയാണ്. സുരക്ഷിത സീറ്റിനായി കോൺഗ്രസ് നേതൃത്വത്തോട് കലഹിക്കുകയാണ് അവിടെ മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാർ. പാറശാലയിൽ പോയി മത്സരിക്കണം എന്നുള്ളതാണ് ദീപദാസ് മുൻഷി പറയുന്നത്. പക്ഷേ അദ്ദേഹം വഴങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരമോ അരുവിക്കരയോ വേണമെന്നാണ് ശിവകുമാറിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതിനിടെ ശിവകുമാർ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയതായ ഒരു വാർത്തയും വരുന്നുണ്ട്. പക്ഷേ ഈ വാർത്തകളെ വലിയ പ്രതിഷേധത്തിനു കൂടി നിഷേധിക്കുകയാണ് ശിവകുമാർ. മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കുമെന്നാണ് ശിവകുമാർ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്, ഒരല്പം ക്ഷോഭത്തോടെ. ദേശാധികാര സീറ്റ് എന്ന് പറഞ്ഞാൽ അത് പാർട്ടി തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ അതൊക്കെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. എന്നെക്കുറിച്ച് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു വാർത്തയാണ് ഇന്ന് പ്രചരിപ്പിക്കുന്നത്. BJPയുമായി ഞാൻ ചർച്ച നടത്തിയെന്ന്. ഇത് കുറേ കാലമായി തുടങ്ങിയതാണ്. ഇതിന് മറുപടി അർഹിക്കുന്നതല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാനിത് മറുപടി പറയാത്തത്. ഈ ജില്ലയിലും മാത്രമല്ല, ഈ കോൺഗ്രസ് പാർട്ടിയുടെ ആ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു വലിയ തലമുറയെ സൃഷ്ടിച്ചെടുത്തയാളാണ് ഞാൻ. അപ്പോൾ ഇത് മനഃപൂർവ്വം അജണ്ടകളുണ്ടായി. ഇതാരാണ്, എവിടെ നിന്നാണ് എന്നുള്ള കുറേ ദിവസം കൊണ്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ചർച്ചകളുണ്ടാകും, സീറ്റുകളെക്കുറിച്ച് ചർച്ചകളുണ്ടാകും. അത് പാർട്ടി നേതൃത്വം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ ഇത് ചില ആളുകൾ സജ്ജമാക്കുന്ന അജണ്ടകൾ, അതനുസരിച്ചിട്ട് ആളുകളെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചാൽ എന്നെ അറിയുന്ന ആളുകൾക്കൊക്കെ ഇതറിയാം. ഇത് കൂടെ പറയുന്നതാണ്, മറുപടി അർഹിക്കാത്തതാണ്. തികച്ചും വളരെ ഒരു ആളുകളെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരമുള്ള നടപടികൾക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതെ. ഏതായാലും അദ്ദേഹം പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുള്ളത് എന്താണ്, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോടാണ് ചേരുന്നത്. വിജിൻ, അദ്ദേഹം അല്പം ക്ഷോഭിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ഷോഭം BJPയുമായി സംസാരിച്ച കാര്യം പുറത്തറിഞ്ഞതിനാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം സുരക്ഷിത മണ്ഡലം ലഭിക്കാത്തതിലാണോ, എന്താണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? ജിമ്മി നൗഫൽ, അതായത് ഇക്കാര്യത്തിൽ VS ശിവകുമാറിന് തിരുവനന്തപുരത്ത് എവിടെയും സീറ്റ് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കൊക്കെ നേരത്തെ കോൺഗ്രസ് പോകുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തെ പാറശാലയിൽ മത്സരിപ്പിക്കാനുള്ളൊരു തീരുമാനം ദീപദാസ് മുൻഷി തന്നെ പറയുന്നത്. അവിടെ മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ഇതിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം VS ശിവകുമാറിന് ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റാണ്. കഴിഞ്ഞ തവണ താൻ വിജയിച്ച സീറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് തന്നെ വേണം, അവിടെ വിജയിക്കാൻ തനിക്ക് ഉറപ്പുണ്ട്, കഴിവുണ്ട് എന്നുള്ളതായിരുന്നു ശിവകുമാർ വാദിച്ചത്. പക്ഷേ അവിടെയും മത്സരിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസ്. അങ്ങനെ ഒരു നീക്കവും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അങ്ങനെയെങ്കിൽ അരുവിക്കര സീറ്റെങ്കിലും ലഭിക്കണം എന്നുള്ള ആവശ്യം VS ശിവകുമാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ പാറശാലക്കപ്പുറം മറ്റേതെങ്കിലും ഒരു മണ്ഡലം തരാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയതോടുകൂടിയാണ് കോൺഗ്രസിൽ നിന്ന് മാറി BJPയുമായി ഒരു സഹകരണത്തിലേക്ക് പോകുന്നു എന്ന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും VS ശിവകുമാർ ഇതൊക്കെ നിഷേധിക്കുന്നെങ്കിലും നിലവിൽ BJP നേതാക്കൾ VS ശിവകുമാറുമായി ആശയവിനിമയം നടത്തിയെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം സീറ്റിൽ മത്സരിപ്പിക്കാം എന്ന ഉറപ്പാണ് അദ്ദേഹത്തിന് BJP നേതാക്കൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ തിരുവനന്തപുരം സിറ്റി പ്രസിഡന്റായിട്ടുള്ള കരമന ജയന്റെ പേരാണ് BJP തിരുവനന്തപുരം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. പക്ഷേ അവിടെ VS ശിവകുമാർ BJPയുമായി സഹകരിക്കുകയാണെങ്കിൽ അവിടേക്ക് മത്സരിക്കാമെന്നുള്ള ഓഫറിലേക്ക് BJP പോകുന്നു എന്നുള്ളതാണ്. BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെയും വന്നിട്ടില്ല. ശിവകുമാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ടോ, അതോ അവസാനം ദീപദാസ് മുൻഷി പറയുന്നതനുസരിച്ച് പാറശാലയിൽ പോകുമോ? പാറശാലയിലേക്ക് എന്തായാലും VS ശിവകുമാർ പോകുന്നത് അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ CK ഹരീന്ദ്രനാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 25,000-ന് മേൽ ഭൂരിപക്ഷത്തോടെയാണ് CK ഹരീന്ദ്രൻ ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ പാറശാല പോയാൽ അങ്ങനെ വിജയിക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത് VS ശിവകുമാറിന് അറിയാം. ഇനിയുള്ള അദ്ദേഹത്തിന്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം മരണം വരെ കോൺഗ്രസിൽ തുടരുമെന്നൊക്കെ പറയുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കാലമാണ്. BJPയുമായുള്ള ഒരു ഡീലിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. എന്തായാലും ആദ്യഘട്ട ഒരു കൂടിയാലോചനകൾ, ഒരു ആശയ സംവാദം ഒക്കെയാണ് നിലവിൽ നടന്നിട്ടുള്ളത്. ഇനി അതിൽ കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ കടന്നാൽ ഒരുപക്ഷെ VS ശിവകുമാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി മാറുന്ന സാഹചര്യത്തിലേക്ക് കടക്കും.